നമ്മൾ പോകുന്ന ഇനി കൊച്ചിയിലേക്കാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അത് ഉടനടി പരിഹരിക്കപ്പെടുന്ന ഒരു പ്രശ്നമാണെന്ന് കരുതേണ്ടതുമില്ല. അതായത് സീറോ മലബാർ സഭയുടെ സിനഡ് ചേർന്നപ്പോൾ യഥാർത്ഥത്തിൽ പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചത് അവിടെ ഈ വിമത വിഭാഗം കുർബാന ഏകീകരണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും ബഹളങ്ങളുമായിരുന്നു. പക്ഷേ അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. അത് വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നതാണ്. അതെ, കഴിഞ്ഞ ദിവസം മെത്രാന്മാരുടെ ഒരു യോഗം ചേർത്തിരുന്നു. അതിനുശേഷം സിനഡ് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ അവർ വീണ്ടും നിലപാട് ആവർത്തിക്കുകയായിരുന്നു, വ്യക്തമാക്കിയിരുന്നു. ഏകീകൃത കുർബാനയുമായി തന്നെ സഭയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ജനാഭിമുഖ കുർബാന അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. വിശ്വാസികളും ഇപ്പോൾ വിശ്വാസി വിഭാഗത്തിന്, ഈ വിമത വിഭാഗത്തിനൊപ്പം നിൽക്കുന്ന അച്ഛന്മാരും ഒക്കെ തന്നെയും ഈ ഒരു നിയമത്തിനോട്, ഏകീകൃത കുർബാനയോട് ചേരണം, അത് അംഗീകരിക്കണം, അത് നടപ്പാക്കാൻ സഭയ്ക്കൊപ്പം നിൽക്കണം എന്നുള്ളൊരു ആഹ്വാനമാണ് സിനഡിന്റെ ഭാഗത്തു നിന്ന് എന്തായാലും ഉണ്ടായത്. MS അനീഷ് കുമാർ ഇതിന്റെ വിശദാംശങ്ങളുമായിട്ട് ചേരുന്നുണ്ട്. അനീഷ്, എന്താണ് ഈ കുർബാന ഏകീകരണത്തെ ചൊല്ലിയുള്ള പ്രശ്നം? സീറോ മലബാർ സഭയെ ഗ്രസിച്ചിരിക്കുന്ന പുതിയ കാല വിവാദം, അതിനൊരു പരിഹാരം ഇതുവരെയും ആയിട്ടില്ല. എന്താണ് നമ്മൾ ഇനി പ്രതീക്ഷിക്കേണ്ടത്? കാരണം സഭയ്ക്കുള്ളിൽ രണ്ടു ചേരികളായി നിന്ന് ഏറ്റുമുട്ടുന്ന വളരെ ഗുരുതരമായ ഒരു സാഹചര്യം പൊതുവിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു സഭയുടെ നേതൃത്വത്തിനൊന്നും ഇടപെടാൻ കഴിയാത്ത അത്ര രൂക്ഷമായ ഒരു സാഹചര്യം അത് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഒരു പ്രശ്നപരിഹാരം ഉണ്ടാവുക? ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന നീക്കങ്ങളൊക്കെ എങ്ങനെയാണ്? സജിത്ത്, ക്രിസ്മസ് തലേന്ന് പോലും ഒരു കുർബാന നടത്താൻ കഴിയാത്ത വിധം സങ്കീർണമായൊരു വിഷയമായി ഈ ഏകീകൃത കുർബാന വിഷയം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. സെന്റ് മേരീസ് ബസിലിക്കയിൽ നടന്ന സംഭവവാസങ്ങൾ സഭയും വിശ്വാസികളെയും എല്ലാം ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്നതിൽ നിസ്സംശയം പറയുകയും ചെയ്ത, എന്നാൽ ഈ വിഷയത്തിലൊരു തീരുമാനം ഇനിയും ഉണ്ടാവുന്നില്ല എന്താണ് ഏറ്റവും ശ്രദ്ധേയം. ഈ സഭയുടെ പൊതു നന്മ ബലികഴിച്ചുള്ള ഒരു ഒത്തുതീർപ്പും സാധ്യമല്ല എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ സഭാ സിനഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന ശേഷം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സഭയിലെ ഒരു മെത്രാൻ സമിതി ഇക്കാര്യങ്ങൾ പരിഹരിക്കുന്നതിനായി നിയോഗിച്ചിരുന്നു. ആ മെത്രാൻ സമിതി അവരുടെ ചർച്ചകളും അന്വേഷണങ്ങളും ഒക്കെ തുടരും. ഈ സഭ വിശ്വാസികളെയും പ്രത്യേകിച്ച് വിശ്വാസി പ്രമുഖരടക്കമുള്ളവരെ ഉൾപ്പെടുത്തിയുള്ള ചർച്ചകളാണ് തുടരാൻ ആലോചിക്കുന്നത്. എന്തായാലും അതുവരെ പ്രതിഷേധങ്ങൾ നിർത്തിവെക്കണം എന്ന നിർദ്ദേശമാണ് ഈ സിനഡ് വിശ്വാസികളോട് നൽകുന്നത്. പക്ഷേ ഈ കുർബാനയ്ക്കെതിരായി, ഏകീകൃത കുർബാനയ്ക്കെതിരായി നിൽക്കുന്ന അൽമായ മുന്നേറ്റം അടക്കമുള്ള ആളുകൾ, ആ വിഭാഗങ്ങൾ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. വിമതരായ വൈദികരും യാതൊരു വിധത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നും പറയുന്നു. അവർ പ്രത്യക്ഷ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് അൽമായ മുന്നേറ്റത്തിൻ്റെ നേതൃത്വത്തിൽ വൈകിട്ട് മറൈൻ ഡ്രൈവിൽ ഒരു വലിയ പ്രതിഷേധ സംഗമം നടക്കും. ഒരു അക്ഷരാർത്ഥത്തിൽ ശക്തി പ്രകടനമായി മാറ്റാനുള്ള നീക്കങ്ങളാണ് ഈ അൽമായ മുന്നേറ്റ വേദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വലിയൊരു പങ്ക് വിശ്വാസികളും വൈദികരുമൊക്കെ ഇന്നത്തെ ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അക്ഷരാർത്ഥത്തിൽ ഇപ്പോഴും ഈ സഭാ നേതൃത്വം, ഔദ്യോഗിക പക്ഷം ഒരു വിഷമവൃത്തത്തിൽ തന്നെയാണ്. എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും? കാരണം വലിയൊരു പങ്ക് വിശ്വാസികൾ, മറുവശത്ത് വൈദികരൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പള്ളിയിൽ അനിഷ്ട സംഭവങ്ങളുണ്ടായ സാഹചര്യമുണ്ട്. ഈ അൾത്താരയിൽ പോലും അക്രമം നടക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. എന്തായാലും അതിൻ്റെ ഒരു പ്രതിവിധി എന്ന നിലയിൽ 1 മണിക്കൂർ നിശബ്ദ പ്രാർത്ഥന നടത്തണം എന്ന നിർദ്ദേശം മാത്രമാണ് ആ സിനഡ് മുന്നോട്ട് വെച്ചിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു വശത്ത് ഔദ്യോഗിക പക്ഷം അതേ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് വിമതർ ഒരു തരത്തിലും ഈ ഏകീകൃത കുർബാന അനുവദിക്കില്ല എന്ന നീക്കവുമായും ഒപ്പം വലിയ പ്രതിഷേധ സംഗമങ്ങളുമായും മുന്നോട്ട് പോകുന്നു. ഒരു പരിഹാര സാധ്യത അതിവിദൂരമായി തന്നെ തുടരുകയാണ്. സജിത്, ആര്യ.